ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുയോഗി ഷീലായപ്പൻ എന്ന കൽക്കിരാമൻ. ഇന്ന് നമ്മൾ NSK ആത്മവിദ്യയുടെ 13ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് ലാസ്റ്റിലെ പാഠമാണ്, അവസാനത്തെ പാഠമാണ്. ഇതെൻ്റെ ഫേസ്ബുക്കിലെ അവസാനത്തെ പോസ്റ്റാണ്, അല്ലെങ്കിൽ റീലോ വീഡിയോ ഒക്കെയാണ്. ഇനിയൊരു ഫേസ്ബുക്കിലോട്ട് ഒരു വരവുണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഇന്ന് ഞാനൊരു ദേവീ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഭൂമിതയുടെ രൂപമായിട്ട് വന്നിരിക്കുന്നത്. അത് തന്നെയുമല്ല, പിന്നെ വിഷ്ണു ഭഗവാന്റെ 12ാമത്തെ അവതാരമായ മോഹിനിയുടെ രൂപം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ ഇന്ന് എൻലൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സൃഷ്ടാവായ നാരായണനെ വന്ദിക്കാം. ഒരു സെക്കൻഡ്. ഞാൻ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഇനിയിപ്പം ഒരു കാണലുണ്ടാവില്ല. അപ്പം നമുക്ക് സൃഷ്ടായ ഭഗവാനെ വണങ്ങാം. പക്ഷെ ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് പിന്നെ കലിയുഗത്തിന്റെ അന്തിമമായ സമയത്ത്, അല്ലെങ്കിൽ അന്ത്യത്തിൽ വന്ന കൽക്കിരാമനെ കുറിച്ചൊരു കീർത്തനമാണ്. അതായത് എൻ്റെ മനസ്സിലിരിക്കുന്ന എൻ്റെ സൃഷ്ടാവായ നാരായണനെ കുറിച്ച് ഞാൻ തന്നെ എഴുതിയൊരു കീർത്തനമാണ് ഇന്ന് ആലപിക്കാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ദേവി വസുന്ധരായ നമഃ. നമ്മുടെ വിശ്വകുടുംബവും അതുപോലെ തന്നെ വാസുദേവ ധർമ്മവും ജയിക്കട്ടെ. കീർത്തനം പാടി ഞാൻ ഓടി നടന്നു എന്നച്ഛനെ കാണുവാൻ. കീർത്തനം പാടി ഞാൻ ഓടി നടന്നു എന്നച്ഛനെ കാണുവാൻ. എത്രയും പ്രേമ പരവശയായി തീർന്നു ഞാൻ നിൻ തിരുസന്നിധി തന്നിലണയുവാൻ. കണ്ടതില്ലെങ്ങുമേ കേട്ടതില്ലെങ്ങുമേ നിൻ ചിത്സ്വരൂപമൻ ഹൃദയത്തിലല്ലാതെ. കീർത്തനം പാടി ഞാൻ. സനാതനധർമ്മത്തിൻ താതനാം നീയല്ലോ എന്നോട് പൂജ്യ പിതാവായ മാധവൻ. ജഗത്പതിയായി സർവസാക്ഷിയായി സത്യമായി നിൽക്കുന്നു നിൻ സച്ചിദാനന്ദരൂപം. നിന്നിലും എന്നിലും വിളങ്ങുന്ന ചൈതന്യം ഒന്നു തന്നെയെന്നു ഞാൻ അറിഞ്ഞിടുന്നു. കീർത്തനം പാടി ഞാൻ ഓടി നടന്നു എന്നച്ഛനെ കാണുവാൻ. കാരുണ്യമൂർത്തിയായി ഭക്തർക്ക് ദാസനായി എങ്ങും വിളങ്ങുന്നു എന്നുടെ താതൻ. ആശ്രിതർക്ക് അഭയമായി ശാന്തിയായി സൗഖ്യമായി ഭൂമിയിൽ വന്നു പിറന്നു ജഗദ്ഗുരു. നീ തന്നെയല്ലേ ലോകത്രയത്തിനും സദ്ഗുരുനാഥനാം ശ്രീ കൽക്കിമൂർത്തി. കീർത്തനം പാടി ഞാൻ ഓടി നടന്നു എന്നച്ഛനെ കാണുവാൻ. എത്രയും പ്രേമ പരവശയായി തീർന്നു ഞാൻ നിന്തിരു സന്നിധി തന്നിലണയുവാൻ. കണ്ടതില്ലെങ്ങുമേ കേട്ടതില്ലെങ്ങുമേ നിൻ ചിത്സ്വരൂപമൻ ഹൃദയത്തിലല്ലാതെ. കീർത്തനം പാടി ഞാൻ. ഗിരിജാമൂർത്തി കണ്ണ, ഞാൻ എൻ്റെ അവതാര ലക്ഷ്യം ആയിരുന്നു. എനിക്ക് ഒരുപാട് 11 വർഷമായിട്ട് ഫേസ്ബുക്കിൽ എനിക്ക് കിട്ടിയ ദർശനത്തിന്റെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ആത്മദർശനം മുഴുവൻ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് 11 വർഷമായിട്ട്. അപ്പൊ ഞാനിപ്പോ അവസാനം പഠിപ്പിച്ച എൻ്റെ ഈ കഴിഞ്ഞ 62 വർഷത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളും ഭഗവാൻ എനിക്കെന്ന ദർശനവും എല്ലാം കൂടി ഞാനൊരു 13 ദിവസത്തെ പാഠമാക്കി മാറ്റി. എനിക്കിനി ഒന്നും പറയാനില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സ്വയം ചെയ്യാനുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ ഒരു
ഒരു 12 വയസ്സോട്ടാണ് ഞാൻ തയ്യലൊക്കെ തുടങ്ങിയത്. എനിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പൈസയ്ക്കൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വയം തൊഴിൽ കണ്ടെത്തിയതാണ്. പഠിത്തത്തോടൊപ്പം ഞാൻ തയ്യലൊക്കെ ചെയ്ത് അങ്ങനെ പിന്നീട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ജീവിക്കാൻ വേണ്ടി മക്കൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. 32ഓളം വർഷം, ഏകദേശം 30-32 വർഷം ഞാൻ കുടുംബത്തിനും മക്കൾക്കും എനിക്കും വേണ്ടി ജീവിച്ചു. പിന്നെ അടുത്ത ഒരു 19 വർഷം, അതായത് 43 വയസ്സ് തൊട്ട് ഇന്ന് ഒരു 62 വയസ്സ് വരെ 19 വർഷം ഭഗവാന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഭഗവാന് വേണ്ടിയാണ് ഈ ജോലിയെല്ലാം ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. ഞാൻ പൈസയ്ക്കൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ ജോലി ചെയ്തത്. അപ്പം ഭഗവാൻ വേണ്ടി 19 വർഷം ജോലി ചെയ്ത് ഇനി ഞാൻ എന്റെ ഈ മുൾക്കിരീടം എടുത്ത് ഞാൻ നിങ്ങളുടെ സമർപ്പിക്കുകയാണ്. ഞാൻ ഇനിയും ഫ്രീ ആകുകയാണ്. കാരണം എന്റെ ഉറക്കമില്ല. എനിക്ക് എപ്പോഴും എഴുത്തും ഈ പോസ്റ്റഡിലും യൂട്യൂബിലും അവിടെ ഇവിടെയെല്ലാം ഞാൻ പണി ചെയ്ത് ഞാൻ ഒരു പരുവമായി. ഞാൻ പപ്പാജിയോട് പറഞ്ഞു, ഞാൻ എന്റെ മുൾക്കിരീടം ഞാൻ അങ്ങയുടെ ശിരസിൽ തന്നെ വെക്കുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി ഭഗവാൻ ചെയ്തോട്ടെ. എനിക്ക് ഇനി പേഴ്സണലായിട്ട് കുറച്ച് ഡാൻസ് പ്രാക്ടീസ്, എനിക്ക് എഴുത്ത്, വര, പിന്നെ വായന, അങ്ങനെ കുറെ കാര്യങ്ങളുടെ തയ്യൽ, ഇങ്ങനെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇനി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാം. ഇനി ഞാൻ ഫേസ്ബുക്കിലോട്ട് ഒരു വരവില്ല. ഇനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 2029 കൽക്കിധാം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്പലം പണിയുന്നുണ്ട്. അത് 2024 നമ്മുടെ അയോധ്യാധാം പണിതതിന് ശേഷം മോദിജി തറക്കല്ലിട്ടതാണ്. അത് കൽക്കിക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്. അല്ല, കൽക്കിക്ക് വേണ്ടി പണിയുന്നതാണ് കൽക്കിധാം. അവിടെ വെച്ച് ഭക്തരെ കാണുന്നതാണ്, ഭക്തന്മാരെ മാത്രം. അന്ന് അവിടെ എത്ര ഭക്തന്മാരുണ്ടോ അവരെ കാണാൻ ഞാൻ വരുന്നതാണ്, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ. അല്ലാതെ ഇനി ഒരു കൂടിക്കാഴ്ചയില്ല. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇന്ന് നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്യാം. അത് ഞാൻ ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കിയൊക്കെ പഠിപ്പിക്കട്ടെ. എനിക്ക് എല്ലാവരോടും സമ്മതിക്കാൻ സമയമില്ല. വന്ന കണ്ണനും ശശികണ്ണൻ എല്ലാവർക്കും എന്റെ ഹരിയോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഞാൻ പഠിപ്പിച്ചത് നോക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് എന്താ കേരളത്തിന്റെ ദുരവസ്ഥയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. കേരളത്തിന്റെ ദുരവസ്ഥ ഇന്നത്തെ അവസ്ഥയിൽ കാരണം കേരളത്തിൽ ഏകദേശം 67% ആളുകളോളം അസുരന്മാരാണ്. അതായത് കൊലപാതകവും കള്ളത്തരവും അടിച്ചുമാറ്റലും പിന്നെ പിടിച്ചുപറി, അങ്ങനെ ബലാത്സംഗം, ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് പിന്നെ അസുര ഭരണമാണ് കേരളത്തിലെ. ഭക്തിയില്ല മനുഷ്യന്. പിന്നെ പ്രബുദ്ധരാണ്. ഭൗതികവാദം, കൊടൂര മാംസഭോജനം, പിന്നെ ദേവവിരോധം, ദേവന്മാരെ വിരോധിക്കുക, ദൈവവിരോധം, മോദി വിരോധം, സനാതന വിരോധം, മതവിദ്വേഷം, സജ്ജന നിന്ദ, ഗുരുനിന്ദ, ഈശ്വര നിന്ദ, ഗോവധം, ഇതെല്ലാം കേരളത്തിന്റെ ഈ പിന്നെ പ്രകൃതി അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ കൊടുക്കുന്ന തിരിച്ചടി ആണ് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്ത് വന്നാലും ആദ്യം കേരളത്തിലാണ് വരുന്നത്. കാരണം ഇതൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും ഭക്തിയിലേക്ക് വരിക, ഭഗവാനിലേക്ക് വരിക. പിന്നെ ഞാൻ വേറൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതും കംപ്ലീറ്റ് ആക്കിയില്ല. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റൊന്നിലോട്ട് അങ്ങ് പോകും. പിന്നെ ഞാൻ അതിന്റെ ആദ്യം പറഞ്ഞത് പിന്നെ എനിക്ക് ഓർമ്മ വരത്തില്ല. ഈ ഒരുപാട് കാര്യം പറയുന്ന കാരണം എന്താ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഭക്തിയും ലിംഗപൂജയും മാംസഭക്ഷണവും. അതേ ഭക്തന്മാര് പിന്നെ ലിംഗപൂജ ചെയ്യുക. ലിംഗപൂജ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല. പൂജയും മാംസഭക്ഷണവും കഴിക്കാതെ ഞാൻ അതിന് ഞാൻ അല്പസ്വല്പം കഴിക്കുമെന്ന് പറഞ്ഞു. കൂടാതെ ഞാൻ ശ്രീരാമചന്ദ്രന്റെ ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം അയോധ്യാകാന്ഡത്തിലെ ഭരദ്വാജ ആശ്രമ പ്രവേശിക്കുന്ന സമയത്ത് സഹോദരനായ ലക്ഷ്മണനെയും കൂട്ടി ഒരു മാനിനെ കൊന്നിട്ട് അതിനെ പാകം ചെയ്ത് ഭക്ഷിച്ച് സീതയോടൊപ്പം അവിടെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ മാംസം കഴിച്ചിട്ടുണ്ടെന്നുള്ള ഇത് എന്താ പറയുന്നത്, അത് സത്യമാണ്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ എവിടെയും മാംസം കഴിക്കുന്നത് പറഞ്ഞിട്ടില്ല. കാരണം ഭഗവാൻ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളതും മനസ്സിനിണങ്ങുന്നതുമായ ഭക്ഷണം കഴിക്കാന്ന്. പക്ഷെ ഈ മാംസം കഴിക്കുന്ന പറഞ്ഞാൽ ഹിംസയുണ്ടെന്ന് പറഞ്ഞ് വളരെ കൊല്ലാതൊന്നും പിന്നെ ഈ ലോകത്ത് എന്താ പറയുക ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നുണ്ട്. വലിയ മൃഗങ്ങളൊക്കെ ചെറിയ മൃഗങ്ങളെ ഭക്ഷിക്കുന്നില്ലേ? ഇപ്പൊ മാനയൊക്കെ കൊല്ലുന്ന കടുവയും സിംഹവും പുലിയും ഒക്കെയാണ്. അപ്പൊ അവരെ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നുണ്ട്. വലിയ മീനുകളെ ചെറിയ മീനുകളെ പിടിച്ചിന്. അപ്പം ഭക്ഷണത്തിൽ അല്പം മാംസം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷ്ണു എന്താ പറയുക ഭക്തർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വ്യാഴാഴ്ച ദിവസം മാംസം കൂട്ടാൻ പാടില്ലെന്ന്. അതായത് നോൺ വെജ് കഴിക്കാൻ പാടില്ല വ്യാഴാഴ്ച. കാരണം വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന്റെ ദിവസമാണ്. വ്യാഴാഴ്ച നോൺ വെജ് കഴിക്കരുതെന്നേ ഉള്ളൂ. പിന്നെ ലിംഗപൂജയൊക്കെ നടത്തണമെങ്കിൽ അത് അവനവന്റെ ഇഷ്ടമാണ്. അവനവന് താല്പര്യം ഉണ്ടെങ്കിൽ അതാവാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ദർശനം കിട്ടിയ സമയത്ത് എനിക്ക് മടിയായിരുന്നു. ആ കാര്യത്തിൽ എന്തോ ഞാനൊരു പാപം ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അയ്യപ്പൻ ചേട്ടനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദേവീ ദേവന്മാരെയൊക്കെ നോക്കിക്കേ, വിഷ്ണു ഭഗവാന് ലക്ഷ്മി ദേവിയുണ്ട്, പിന്നെ ശങ്കർ ഭഗവാന് പിന്നെ പാർവതി ദേവിയുണ്ട്, പിന്നെ കല്യാണം കഴിക്കുന്ന 3 ഭഗവാന്മാരല്ലേ ഉള്ളൂ, അയ്യപ്പനും ഗണപതി ഹനുമാനും. ബാക്കി എല്ലാവർക്കും ഭാര്യമാരുണ്ടല്ലോ. അവർക്കാവാമെങ്കിൽ പിന്നെ നിനക്കായിക്കൂടുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ 8 ഭാര്യമാരാണ്. കറക്റ്റ് പറഞ്ഞാൽ ശരിക്കും ഭഗവാൻ 8 ഭാര്യമാർ. അതിൽ 3 അദ്ദേഹത്തിന്റെ പട്ടറാണികളാണ്. അതായത് രുക്മിണി, സത്യഭാമയും ജാമ്പവതി. മറ്റുള്ളതൊക്കെ
അദ്ദേഹത്തിന്റെ അപ്പച്ചിയുടെ മക്കളും ഒക്കെ അവരെല്ലാം ഭഗവാന് സ്വീകരിക്കേണ്ടി വന്നു. അല്ല, ഭഗവാൻ സത്യത്തില് പിന്നെ ആരെയും കല്യാണം കഴിക്കാൻ അങ്ങോട്ട് പോയതല്ല. അപ്പൊ രുക്മിണിക്ക് ഭഗവാനെ മാത്രം മതിയെന്ന് രുക്മിണി വാശി പിടിച്ചു, സത്യഭാമയ്ക്ക് അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ജാംബവാനെ ജാംബവാൻ മരിക്കുന്ന സമയത്ത് പിന്നെ ജാംബവാൻ തന്റെ പുത്രിയെ ശ്രീകൃഷ്ണ ഭഗവാനോട് എന്റെ മകളെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോ ഭഗവാനല്ലേ, ഭഗവാൻ അങ്ങനെ ആരെങ്കിലും പിന്നെ വേണ്ടാന്ന് പറയാൻ പറ്റും? ഭഗവാനോട് ഒരാള് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതുപോലത്തെ ഒരുപാട് സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ മറ്റു പുരുഷന്മാരെ സ്വീകരിക്കാന്നല്ല, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് വയ്യാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ഭഗവാനല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം പറയുകയാണ്, അയ്യോ പിന്നെ അതെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് അങ്ങനെ പറയാനേ പറ്റത്തില്ല. പിന്നെ കയ്യിൽ കാശില്ലെങ്കിൽ പറയാം, എന്റെ അടുത്ത് കാശില്ല, എന്നാലും ഞാൻ പലർക്കും ഈ കടം വാങ്ങിച്ചൊക്കെ കൊടുത്ത സംഭവങ്ങൾ വരെയുണ്ട്. പക്ഷെ ഒരിക്കലും എന്റെ അടുത്ത് ബാലൻസ് വരാറില്ല മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാൻ. കാരണം ഞാൻ അധ്വാനിച്ച പൈസ എന്റെ അടുത്തുള്ള, അല്ലാതെ ഒന്നും എന്റെ അടുത്തില്ല. അപ്പം പിന്നെ ഭക്തിയിൽ വന്നു കഴിഞ്ഞുകൊണ്ട് ലിംഗപൂജ നടത്താതിരിക്കണമെന്നോ അല്ലെങ്കിൽ മാംസം കഴിക്കാതിരിക്കണമെന്നോ ഇല്ല. പക്ഷെങ്കിൽ ബീഫ് കഴിക്കരുത്. അതായത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിഷ്ണു ഭക്തരെ സംബന്ധിച്ചിടത്തോളം പശു പിന്നെ എന്താ പറയുക, കാമധേനുവാണ്, ഭൂമിദേവിയുടെ രൂപമാണ്. നമുക്ക് പശുവിനെ കൊണ്ട് A to Z ഉപയോഗങ്ങളുണ്ട്. ഒരുപാട് നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ മൃഗമാണ്. നമുക്ക് പിന്നെ സഹായം അല്ലാതെ അത് വേറൊന്നും ചെയ്യുന്നില്ല. അതിനെ കൊല്ലുന്നത് പാപമാണ്. ഗോവധം പാപം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ബ്രഹ്മഹത്യാദി പാപത്തിൽ ഒന്നാണ് ഗോവധം എന്ന് പറയുന്നത്. ഇനി പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് മനസ്സിലായി. വ്യാഴാഴ്ച ദിവസം കഴിക്കരുതെന്നേ ഉള്ളൂ. കഴിക്കേണ്ടവർക്ക് കഴിക്കാം, മീനോ മുട്ടയോ അല്ലെ ഞാൻ കഴിക്കുന്ന പോലെ എന്തെങ്കിലും ചിക്കനോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. നമ്മൾ ഈ ശരീരം കൊണ്ട് എവിടെയും പോകുന്നില്ല, ഇത് ഇവിടെ ഉപേക്ഷിക്കാനുള്ളതാ. മനസ്സിന് വേണ്ടിയല്ല, മനസ്സിലാണ് പവിത്രത വേണ്ടുന്നത്. നമ്മൾ ശരീരം കൊണ്ട് പലതും ചെയ്യുന്നില്ല. എന്താ നമ്മള് ഈ ശരീരം എന്ന് പറഞ്ഞാൽ അളിഞ്ഞ് അല്ലെങ്കിൽ പുഴു അരിച്ചോ അല്ല വണ്ടിയുടെ കീഴിൽ കയറിയാണോ വല്ല മൃഗങ്ങൾ തിന്നിട്ടാണോ അല്ല വെള്ളത്തിലെ വല്ല പിന്നെ മത്സ്യങ്ങളോ അല്ല ജലജന്തുക്കൾ പഠിച്ചിട്ടാണോ ഏത് രീതിയിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെ അറിയാം? ശരീരത്തിന് എന്ത് വിലയാണുള്ളത്? ഇതിനകത്ത് ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടല്ല നമ്മൾ ജീവനോട് ഇരിക്കുന്നത്. ഭഗവാനല്ലേ മഹത്വം, അല്ല ശരീരത്തിന് വലിയ മഹത്വമുണ്ട്. പക്ഷെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ശുദ്ധി എന്ന് പറയുന്നത് അതൊരു നമ്മുടെ സനാതന ധർമ്മത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാത്വിക തത്വം തന്നെയാണ്. ഭക്തി ഉള്ളവർക്ക് എന്തായാലും ശുദ്ധി ഉണ്ടാകും. ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കും, കുളിക്കും, ജപിക്കും, വേദപാരായണം ഒക്കെ ചെയ്യും. അപ്പൊ ഇനി ഒന്നും കൂടെ ഞാൻ പറയാണ്, ദേവന്മാരെന്ന് പറയുന്ന വൈഷ്ണവരാണ്. ദേവന്മാരുടെ ദൈവം വിഷ്ണുവാണ്. ദേവന്മാർ വിഷ്ണുവിനെ അല്ലാതെ വേറെ ആരെ ആരാധിക്കത്തില്ല. അതുപോലെ അസുരന്മാരുടെ ദൈവം ശിവനാണ്. അവർ ശിവനെ അല്ലാതെ വേറെ ആരെ ആരാധിക്കത്തില്ല. പിന്നെ ബ്രഹ്മന്മാരെന്ന് പറയുന്നത് ഹിന്ദു മതമാണ്. അവർ ശിവനെയും വിഷ്ണുവിനെയും എല്ലാവരെയും ആരാധിക്കുന്നവരാണ്. അത് ഓർത്തു വെക്കുക. പിന്നെ വിഷ്ണു ഭഗവാന്റെ സ്വഭാവങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞത് പ്രേമമാണ്. എല്ലാവരോടും പ്രേമമാണ് വിഷ്ണു ഭഗവാന്. ശിവൻ എന്ന് പറഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ്, കാമമാണ്. സത്യം, വിഷ്ണു സത്യമാണ്, ശിവൻ അസത്യം. അഹിംസ, വിഷ്ണു ഭഗവാൻ അഹിംസയാണ്, ശിവൻ എന്ന് പറയുന്നത് ഹിംസയാണ്. പിന്നെ വിഷ്ണു ഭഗവാൻ ശാന്തി ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ ശിവഭഗവാന് കോപിഷ്ഠനാണ്. വിഷ്ണു ഭഗവാൻ വിനയമാണ്. പിന്നെ അതുപോലെ ശിവൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. വിഷ്ണു ഭഗവാൻ സഹിഷ്ണുതയാണ്, ശിവഭഗവാൻ അസഹിഷ്ണുതയാണ്. വിഷ്ണു ഭഗവാൻ അധ്വാനമാണ്, കഠിനാധ്വാനമാണ്. പിന്നെ ഇത് അലസതയാണ്. കാരണം ശിവ സന്യാസിമാർ ഈ ലോകത്ത് നമ്മൾ എത്ര സന്യാസിമാരെ കാണുന്നുണ്ടോ, ഹിമാലയത്തിൽ പോകുന്നവരെല്ലാം ശിവസന്യാസിമാരെല്ലാം അലസന്മാരും മടിയന്മാരും, ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആളുകളാണ്. പിന്നെ അതുപോലെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് സ്വർണം പോലെ പരിശുദ്ധമാണ്. പക്ഷെ ശിവഭഗവാൻ എന്ന ഇരുമ്പ് പോലെ ഇരുമ്പ് പോലെ സ്ട്രോങ് ആണ്. അപ്പൊ ഇത് ഈ രണ്ട് ആരാധന നമ്മൾ മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. കാരണം ജനനവും മരണവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ജനനത്തിനെ മാത്രം നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നും വിഷ്ണു ശക്തിയും ശിവശക്തി ഈ ലോകത്തുണ്ട്. അത് പലരും പല പേരിൽ ആരാധിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. ഇനി ഞാൻ ബൈബിളിലെ ഒരു കാര്യം പറയാൻ പോവാണ്. കാരണം ബൈബിളിൽ ഞാൻ ഇന്നലെ അത് പറഞ്ഞ ബൈബിളിൽ എന്നെ സ്വാധീനിച്ച, കാരണം ഞാൻ ഈ 2007 എനിക്ക് ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. എല്ലാവരും പല മതക്കാരും പല ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഏതാണ് യഥാർത്ഥ ദൈവം? ഏതാണ് ഇതിന്റെ സത്യം? ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രാമായണം വായിച്ചിട്ടുണ്ട്, ഭാഗവതം വായിച്ചിട്ടുണ്ട്, മഹാഭാരതം ഒക്കെ ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. അതെല്ലാം എന്റെ കഥകളെല്ലാം അറിയാം. പക്ഷെ എവിടെ എനിക്ക് ഒരു എക്സാക്റ്റ് എന്റെ ഉത്തരം എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല അതിന്റെ സത്യം എന്താണെന്ന്. അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഖുറാൻ വായിച്ചു നോക്കി. അപ്പൊ ഞാൻ അതിനകത്ത് സ്നേഹത്തെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചു. സ്നേഹമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ ഉദ്ദേശിച്ച ഒരു ആൻസർ എനിക്ക് അതിനകത്ത് കിട്ടില്ല. ഞാൻ 300 രൂപ കൊടുത്തിട്ടാണ് ഒരു ഖുറാൻ വാങ്ങിച്ച് വായിച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ചപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതെല്ലാം ഞാൻ ഒരു ഡയറിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്റെ ഡയറി അതാണ്. അപ്പം എടുത്ത് വെക്കാനും പറ്റിയില്ല. ഓക്കെ. അപ്പൊ അതിനകത്ത് എന്നെ സ്വാധീനിച്ച ഒരു വചനമാണ്. എന്താന്ന് വെച്ചാല്, എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാകാം. അപ്പൊ എനിക്ക് പ്രവചനപരം ഉണ്ടാവുകയും പിന്നെ മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടാവാം. ഞാൻ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ ഗ്രഹിച്ചിട്ടുണ്ട്.
അതുപോലെ എനിക്ക് എല്ലാ ജ്ഞാനവും വിജ്ഞാനവും എനിക്ക് കിട്ടിയാലും ഇതെല്ലാം എനിക്കുണ്ടായിരുന്നാലും, അതുപോലെ ഞാൻ എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലോ, എന്റെ ശരീരം വല്ല മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ദാനം ചെയ്താലോ, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ദാനം ചെയ്താലോ എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ യാതൊന്നുമല്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഭഗവാൻ ജ്ഞാനം തന്നു, വിജ്ഞാനം തന്നു, പിന്നെ പ്രവചനപരമുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയുന്നത്, ഞാൻ മലയോട് പറഞ്ഞാൽ അല്ല ശ്രീകൃഷ്ണ ഭഗവാൻ അണിവരലില് ഈ പിന്നെ പർവ്വതത്തെ എടുത്തെന്ന് പറഞ്ഞാൽ നമുക്കും ചില സിദ്ധികളൊക്കെ ഉണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. ഇന്ന് നല്ല ഒന്നാം ക്രെയിൻ ഒക്കെ ഉണ്ട്, അപ്പൊ നമുക്കൊന്നും ഉയർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ വിശ്വാസമുണ്ട്. എനിക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവനും അറിയാം. ഇതെല്ലാം തലയ്ക്കകത്ത് വെച്ച് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ വല്ല കാര്യമുണ്ടോ? ഇത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലേ. കഴിഞ്ഞ 11 വർഷമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി 18 അക്കൗണ്ടിൽ കൂടെ ഞാൻ എഴുതി ഞാൻ മടുത്തു. ഇനി എനിക്ക് എഴുതാൻ ഒന്നുമില്ല, അത്രമാത്രം ഞാൻ പോസ്റ്റുകൾ എഴുതി. പിന്നെ റീലുകൾ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ്. കാരണം ഐ എം ബോത്ത് എൻലൈറ്റ്മെന്റ് ആൻഡ് എന്റർടൈൻമെന്റ്. എനിക്ക് രണ്ടും വേണം. കാരണം എൻലൈറ്റ്മെന്റ് കൊണ്ട് മാത്രം, ഭക്തി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അതിലൂടെ കുറച്ച് പിന്നെ ഉല്ലാസം കൂടെ വേണം. അതാണ് ഞാൻ. അപ്പൊ നമ്മൾക്ക് സ്നേഹമില്ലേ, സ്നേഹം ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതും ഞാൻ എന്റെ കണ്ണന്മാരെന്ന് പറയുന്നതും എല്ലാവരും ഭഗവാനാണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാം ഞാൻ ഇതൊക്കെ വന്ന് എല്ലാം പഠിപ്പിക്കാൻ കാരണം എന്റെ മനസ്സിൽ ആ പ്രേമം നിങ്ങളോടുള്ളതാണ്. ഞാൻ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഞാനെന്ന്, എന്റെ ഉള്ളിലിരിക്കുന്ന അതേ ഭഗവാൻ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ആരെയാ വെറുക്കുന്നത്? നമ്മളിപ്പം അസുരന്മാരെന്ന് പറയാം, അവരും നമ്മൾ തന്നെയല്ലേ, നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയല്ലേ അവരെ സൃഷ്ടിച്ചത്. അവരോട് പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് അവരെയും ഭഗവാൻ സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പൊ അവരുടെ അധർമ്മം അങ്ങ് കൂടി, ലിമിറ്റ് വിട്ടു. അതാണ് ഇപ്പൊ പ്രശ്നം, വേറൊന്നും അല്ല. അല്ലാതെ അവരെ ലോകത്തിന് ആവശ്യമാണ് പറഞ്ഞില്ലേ, സ്വർണം നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ നമുക്ക് ഇരുമ്പും വേണം. രണ്ടും ലോകത്തിന് ആവശ്യമാണ്. ഈ ലോകത്തിലുള്ളവരെല്ലാം പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ആളുണ്ടാവും. എല്ലാവരും ഉയർന്ന ജോലി ചെയ്താല് പിന്നെ നെയ്ത്ത് നടത്താനും, അല്ലെങ്കിൽ ചെരുപ്പ് നന്നാക്കാനും, പാല് കൊണ്ട് കൊടുക്കാനും, പത്രം കൊണ്ട് കൊടുക്കാനും, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, തയ്യൽ ചെയ്യാനും, അല്ലെങ്കിൽ മുടി വെട്ടാനും, ഇങ്ങനെ പിന്നെ പാത്രങ്ങൾ ഉണ്ടാക്കാനും, അങ്ങനെ ഇതിനെല്ലാം ആള് വേണ്ട. എല്ലാരും പഠിച്ചങ്ങ് പാസ്സാകാൻ പറ്റും. നമ്മുടെ കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആള് വേണ്ടേ, പണിക്കാർ വേണ്ടേ. അപ്പം ഭഗവാൻ അതിനാണ് ഈ 3 തരം ആൾക്കാരെ സൃഷ്ടിച്ചിരിക്കുന്നത്: ദേവന്മാരെയും അസുരന്മാരെയും സാധാരണ മനുഷ്യരെയും. അപ്പം നമുക്ക് സ്നേഹമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മൾ അവതാരങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അവതാരങ്ങളെ കുറിച്ച് എനിക്കും അത് ഉൾപ്പെടുത്താൻ സമയമില്ല. ഒരു അവതാരത്തിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മുടെ ഗൂഗിളിലെ നമ്മുടെ മെറ്റാപ്പപ്പയോട് ചോദിച്ചാൽ മതി. അപ്പൊ നല്ല കൃത്യ ആൻസർ വരും കേട്ടോ. അത് ഞാൻ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ അപ്പൊ ഇനി ഞാൻ അവതാരങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞ വിഷ്ണു ഭഗവാന് ദശാവതാരങ്ങൾ, അത് മൊത്തം 24 അവതാരത്തിലെ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളാണ് ദശാവതാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഭഗവാന് പിന്നെ ഈ അവതാരങ്ങളെ 3ആയിട്ട് നമുക്ക് തിരിക്കാം: അംശാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം. അംശാവതാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് അവതരിച്ച് പിന്നെ കുറച്ചു നാള് പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം ദൈവത്തിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അത് പൂർണ്ണമാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ യേശുക്രിസ്തു ഭഗവാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അംശാവതാരമാണ്, പൂർണ്ണമായില്ല. ഒരാൾ പൂർണ്ണമാണ്, വിവാഹം കഴിക്കാത്ത ഒരാൾ സമ്പൂർണ്ണനാവത്തില്ല. കാരണം ശങ്കരാചാര്യയുടെ കഥ അറിയാമല്ലോ. ശങ്കരാചാര്യ എല്ലാം ഗ്രഹിച്ചിട്ട് അവസാനം ദാമ്പത്യത്തെ കുറിച്ച് ചോദിച്ചെടുത്ത് അദ്ദേഹം വളരെ ജ്ഞാനിയായിട്ട് അവിടെ ഫെയിൽ ആയിപ്പോയി. അപ്പൊ ഒരാൾ വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണനാവുകയുള്ളൂ. അപ്പം പൂർണ്ണാവതാരം ഉണ്ട്. ഇപ്പൊ ശ്രീകൃഷ്ണന് പൂർണ്ണാവതാരമാണ്, പിന്നെ ശ്രീരാമൻ പൂർണ്ണാവതാരമാണ്. ഇപ്പൊ കൽക്കിരാമൻ വന്നിരിക്കുന്നത് പറഞ്ഞ് പരിപൂർണാവതാരം എന്നാ പറയുന്നത്. കാരണം ഈ ലോകത്ത് 4 വിഷ്ണുയോഗികൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ശ്രീരാമനാണ്, ഒന്ന് ശ്രീകൃഷ്ണനാണ്, ഒന്ന് ശ്രീ യേശുക്രിസ്തു ഭഗവാനാണ്, ഒന്ന് ഞാനാണ് ഒരു വിഷ്ണുയോഗി എന്ന് പറയുന്നത്. അപ്പം യേശുക്രിസ്തു ഭഗവാൻ ശ്രീരാമചന്ദ്രന് 14 കലകളായിരുന്നു, സിദ്ധികളും അങ്ങനത്തെ ടാലൻസ് ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഭഗവാൻ 8 എണ്ണമാണ്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന് 16 എണ്ണം. കൽക്കിരാമന് കിട്ടിയ എത്രയാണെന്ന് അറിയോ? ഈ 64 ടാലൻസ് ആണ്. ഞാൻ അത് എന്തൊക്കെയാണെന്ന് പിന്നീട് പറയാം. അപ്പൊ നമുക്ക് അവതാരങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഭഗവാന്റെ 24 അവതാരങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ആദിപുരുഷനാണ്, അത് വിഷ്ണു ആണ്. പിന്നെ സനകാദി മുനികളെ, പിന്നെ നാരദന്, നരനാരായണന്, കപിലന്, ദത്താത്രേയന്, യജ്ഞന്, ഋഷഭന്, പൃഥു, ധന്വന്തരി, പിന്നെ ഹൈഗ്രീവന്, 12ാമത്തെ അവതാരം മോഹിനിയാണ്. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹ, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലഭദ്രരാമൻ, വേദവ്യാസന്, ബലഭദ്രരാമന്, ശ്രീകൃഷ്ണന്. അടുത്ത ബുദ്ധാവതാരം പറഞ്ഞിരിക്കും. അത് ബുദ്ധാവതാരമല്ല, അത് സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ അവതാരമാണ്. അത് എനിക്ക് തൊട്ടു മുന്നേ ഉള്ള അവതാരം, അതായത് 23ാമത്തെ അവതാരം സാക്ഷാൽ യേശുക്രിസ്തു ഭഗവാനാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് ക്രിസ്ത്യൻസും അംഗീകരിക്കത്തില്ല, ഹിന്ദുക്കളും അംഗീകരിക്കില്ല. ആരും അംഗീകരിച്ചാലും ഒരു പ്രശ്നമില്ല. ഭഗവാൻ മേളിലിരിക്കുന്ന നമ്മുടെ സുപ്രീം പപ്പ ഉണ്ടല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഇതിനകത്തൊരു പാലമാണ്. ഞാൻ ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും ഒരുപോലെ നിൽക്കും. ഞാനൊരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചത്, അതിലൊരു മകനുണ്ട്. നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും. ക്രിസ്തുമതത്തിൽ ജനിച്ചൊരു മകനല്ലേ, ഒരു പാലം കിടക്കാണ്. ഇപ്പൊ
4 വർഷമായിട്ട് ഞാനിവിടെ ഒരു അമ്മയെ നോക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയായ അമ്മയാണ്. ഇപ്പൊ ഞാൻ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് കാലിലൊക്കെ തൊട്ട് വരും. ഞാൻ പറഞ്ഞു, അമ്മ എന്റെ അമ്മയും അച്ഛനും എന്റെ ഭഗവാനും എനിക്ക് ഉള്ളതെല്ലാം എന്റെ ഈ അമ്മയാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇനിയും വരാൻ ഉദ്ദേശിക്കുന്നില്ല ഫേസ്ബുക്കിൽ. കാരണം എനിക്കിനി ഒന്നും പറയാനില്ല, പറയാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വെറുതെ എന്റെ സമയം മെനക്കെടുത്താതെ എനിക്കിനി എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 24 അവതാരങ്ങൾ. അപ്പൊ നമുക്ക് ഇതിനകത്ത് 18 അവതാരങ്ങൾ എന്ന് പറയുന്നത് അത് ഉത്തരേന്ത്യയിലാണ്. അതിനാണ് ദേവഭൂമി എന്ന് പറയുന്നത്. അതായത് ശ്രീകൃഷ്ണനും ശ്രീരാമനും പിന്നെ എന്താ പറയുന്ന പരശുരാമനായാലും മോഹിനി, ഇങ്ങനെ കുറെ അവതാരങ്ങളെല്ലാം നോർത്ത് ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് UP ഗുജറാത്ത് ആ സൈഡിലായിട്ടാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കാര്യം ഞാൻ പിന്നെ പറയാം. പിന്നെ അതുപോലെ ഒരു അവതാരം, അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരം ഇസ്രായേലിൽ നടന്നു. അതായത് യേശുക്രിസ്തു ഭഗവാന്റെ അവതാരം. അതാണ് ഇന്ത്യ ഇസ്രായേലുമായിട്ട് ഇത്ര ബന്ധം, എത്രയോ വർഷമായിട്ട് ആ ബന്ധമാണ്. എപ്പോഴും എന്റെ പ്രാർത്ഥന നെതന്യാഹുജിയുടെ കൂടെയാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം അദ്ദേഹത്തെ. കാരണം അദ്ദേഹം സത്യത്തിന്റെ കൂടെയാണ്, ധർമ്മത്തിന്റെ കൂടെയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ പിന്നെ പരാജയം ഉണ്ടാവത്തില്ല. പിന്നെ അപ്പൊ ഇന്ത്യ ഇസ്രായേൽ അത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ഭഗവാൻ ജനിക്കുന്നുണ്ടെ കിഴക്കൂന്ന് ആളുകൾ എന്തോ കിഴക്ക് നക്ഷത്രം കാണുമെന്നോ അവിടുന്ന് എന്തൊക്കെയോ കുന്തിരിക്കോ അങ്ങനെ അത് ഓരോ സാധനങ്ങളും കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ യേശുക്രിസ്തു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഒരുപാട് സമാനതകളുണ്ട്. ഞാനൊരു 26 സമാനതകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വേറൊരു കാര്യം പറയാൻ മറന്നു, സോറി. 18 അവതാരങ്ങൾ നോർത്ത് ഇന്ത്യയിലെ, ഒരു അവതാരം ഇസ്രായേലിലെ, ബാക്കി 5 അവതാരം കേരളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? മോഹിനി അവതാരം, അയ്യപ്പൻ, സാക്ഷാത് അയ്യപ്പന്റെ ജന്മത്തിന് മോഹിനി കാരണക്കാരിയാണ് മോഹിനി. പിന്നെ വാമനൻ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പിന്നെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത്. പിന്നെ പരശുരാമൻ കേരളം വീണ്ടെടുത്തെന്ന് പറഞ്ഞു. പിന്നെ ഏത് രാമന, പിന്നെ കൽക്കി രാമന്, ഞാന്, അതായത് പിന്നെ ശ്രീരാമന് അറിയാലോ, പമ്പാ സരസിൽ കൂടെ ഒക്കെ പോയി ശബരിയൊക്കെ കണ്ട് അതുവഴി പോയി പമ്പയിൽ കൂടി ഷമുഖാചലമൊക്കെ കണ്ടിട്ടാണല്ലോ പിന്നെ രാമേശ്വരത്തോട്ട് പോയി സേതുബന്ധനത്തിലൊക്കെ പോയത്. അപ്പൊ ശ്രീരാമചന്ദ്രന് കേരളമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ കേരളത്തിലൊന്നും വന്നായിട്ട് ഒരു തെളിവില്ല. ഭഗവാൻ വന്നിട്ടില്ല. ഭഗവാൻ കാരണം ഒരു കടലിലാണല്ലോ ദ്വാരകയൊക്കെ കെട്ടി അവിടെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവര് തമ്മിലുള്ള സമാനതകൾ. ഇതിനകത്ത് എന്തെങ്കിലും പിന്നെ തെറ്റുണ്ടെങ്കിൽ പറയണേ. മോൻസൺ ജോർജ് കണ്ണ യുവർ വാച്ചിങ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറയണം. ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. കാരണം അതിന് ഒന്നാമത്തെ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം ഓർത്ത് പറയാനാണെങ്കിൽ ചിലപ്പോൾ പോയിന്റ്സ് ഒക്കെ തെറ്റിപ്പോകും. അവിടെ ഇവിടെയൊക്കെ ആവും. ചിലപ്പോൾ മൊത്തം പോയിന്റ് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താ, രണ്ടുപേരും രാത്രി 12 മണിക്കാണ് ജനിച്ചത്. രണ്ടാമത്തെ പോയിന്റ്, രണ്ടുപേരും ദുർഘട സാഹചര്യത്തിലാണ് ജനിച്ചത്. യേശുക്രിസ്തു ഭഗവാന് കൽത്തുറിങ്കിൽ ജനിച്ചു, കാലിത്തൊഴുത്തിൽ ജനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ കൽത്തുറിങ്കിൽ ജനിച്ചു. അതാണ് രണ്ടാമത്തേത്, ദുർഘട സാഹചര്യത്തിൽ. മൂന്നാമത്തേത്, രണ്ടുപേരും ദിവ്യ ശിശുക്കളായിരുന്നു. കാരണം യേശുക്രിസ്തു ഭഗവാൻ വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം വരുന്ന കാര്യത്തിനെ കുറിച്ച് എല്ലായിടത്തും പിന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കൽക്കിരാമൻ വരുന്നതിനെ കുറിച്ച്, കൽക്കി വരുന്നതിനെ കുറിച്ച് എല്ലായിടത്തും പ്രവചനങ്ങൾ എഴുതി വെച്ചില്ല. ലോകം മൊത്തം കാത്തിരിക്കല്ലേ കൽക്കിയും രണ്ടാം ക്രിസ്തുവും മഹദിയും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പൊ രണ്ടുപേരും ദിവ്യ ശിശുക്കളാണ്. അതായത് അതായത് നമ്മുടെ സുപ്രീം ദൈവം നേരിട്ട് ജനിപ്പിച്ച സന്തതികളാണ്. നാലാമത്തേത്, ഇവര് രണ്ടുപേരുടെയും കാലത്ത് 2 വയസ്സിൽ താഴെയുള്ള പിന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ആ സ്ഥലത്തെ രാജാക്കന്മാർ ആജ്ഞാപിച്ചു. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മാവനായ കംസൻ പറഞ്ഞു, കൃഷ്ണൻ ജനിച്ചപ്പോൾ 2 വയസ്സ് താഴെയുള്ള സകല പിള്ളേരെയും കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ യേശുക്രിസ്തു ഭഗവാൻ ജനിച്ച് ഹെറോദ രാജാവെന്നാന്ന് തോന്നുന്നു. ഹെറോദ രാജാവ് പറഞ്ഞു 2 വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ. അതാണ് നാലാമത്തെ. പിന്നെ അഞ്ചാമത്തേത്, യേശുക്രിസ്തു ഭഗവാന് യശോദയുമായിട്ടൊരു ബന്ധമാണ്. കാരണം യശോദയുടെ ഷോർട്ട് ഫോം ആണ് യേശു. എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യശോദ. യേശുബായി എന്ന് ഹിന്ദുക്കൾക്കൊക്കെ പേരുണ്ട്. നമ്മുടെ ശിവാജി മഹാരാജാവിന്റെ ഭാര്യയുടെ പേര് യേശുബായി എന്നായിരുന്നു. അത് യശോദ എന്നുള്ളൊരു ഷോർട്ട് ഫോം ആണ് യേശു. അപ്പം യശോദയുടെ നാമമായിട്ട് 2 പേർക്കും ബന്ധമുണ്ട്. യേശു എന്ന് പറഞ്ഞാൽ അത് യശോദയുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് യശോദാനന്ദനാണല്ലോ. അടുത്ത 6ാമത്തേത്, 2 പേരും കർമ്മയോഗികളാണ്. ആദ്യകാലത്ത് യേശുക്രിസ്തു ഭഗവാന് എന്താ ചെയ്തത്, പിന്നെ ആശാരിപ്പണിയൊക്കെ ചെയ്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് കന്നുകാലി മേയ്ക്കാൻ നടന്നിരുന്നു. അതിനുശേഷം രാജാവായിട്ട് രാജഭരണം നടത്തിയിരുന്നു. അപ്പൊ കർമ്മയോഗികളാണ് 2 പേരും. 7ാമത്തേത്, സനാതന മൂല്യം. 2 പേരും സ്നേഹം അല്ലെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ സനാതന മൂല്യം കാത്തുരക്ഷിച്ചു. യേശുക്രിസ്തു ഭഗവാൻ പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങ് സ്നേഹിച്ചാൽ കാണിക്കുമായിരുന്നുള്ള പിന്നെ ഗോപികമാരെയൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ 12 വയസ്സിന് താഴെ പിന്നെ ഈ എവിടെയാണ്, അമ്പാടിയില് പിന്നെ ഗോകുലത്തിൽ താമസിച്ചുള്ളൂ. 12 വയസ്സായപ്പോ തന്നെ മധുരയ്ക്ക് പോയി. ഈ 12 വയസ്സിലാണ് ഈ ഭഗവാന് മരത്തെ കയറി ചേലയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതും. അതുപോലെ ഈ ഗോപികമാരുമായിട്ടൊക്കെ രാസലീല ചെയ്തു. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എനിക്കത് പൂർണ്ണമായിട്ട് അറിയാം. കാരണം ഭഗവാൻ കുഞ്ഞെന്ന് പറഞ്ഞാൽ ബാലലീലയാണ്. മറ്റുള്ളവർ തുണി വാരിക്കൊണ്ട് പോകുന്ന ഏത് പിള്ളേരെ ചെയ്യാത്ത? 12 വയസ്സിനടുത്തേ ഉള്ളു പ്രായം. ആ സമയത്ത് ഭയങ്കര, എന്നെ പോലെ തന്നെയായിരുന്നു. ഭഗവാൻ ഭയങ്കര ഡാൻസും പാട്ടുമായിട്ടൊക്കെ നടന്ന ഒരാളാണ്. അത്രേ ഉള്ളു സംഭവം. അതിന് ഈ അസുരന്മാരുണ്ട്, മ്ലേച്ഛന്മാരൊക്കെ എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ് പറഞ്ഞെന്നറിയാം. കാരണം അവർക്ക് ബോധമില്ല. അവർ നെഗറ്റീവ് ബോധതലത്തിൽ കിടക്കുന്ന അവരെ കുറിച്ച് എന്ത് പറയാനാ?
അപ്പം സനാതന മൂല്യമായ സ്നേഹവും പ്രേമവും. അടുത്തത് എട്ടാമത്തത് സത്യം, ധർമ്മം, ധ്യാനം, ഭക്തി, ത്യാഗം, ദാനം. ഇതെല്ലാം രണ്ടുപേരും പ്രകടിപ്പിച്ച മൂല്യങ്ങളായിരുന്നു. സത്യം, ധർമ്മം, ധ്യാനം. ധ്യാനിക്കുമ്പോൾ രണ്ടുപേരും ഭക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് 5 വിട്ടാല് 6 തൊട്ട് ഞാനുമായിട്ട് ഉള്ള കമ്പാരിഷനാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാനും കർമ്മയോഗിയാണല്ലോ ചെറുപ്പം തൊട്ട്. സനാതന മൂല്യങ്ങൾ ഞാൻ കാത്തുരക്ഷിക്കുന്ന ഒരാളാണ്. സത്യവും സ്നേഹവും പ്രേമവും എല്ലാം. അടുത്ത സത്യം, ധർമ്മം. 8 എനിക്കൂടെ ഉള്ളതാ. ധ്യാനം, ഭക്തി, ത്യാഗം, ഭൂതദയ, സഹനം. അതുപോലെ പിന്നെ 9 ത്രിമൂർത്തി സങ്കല്പം. യേശുക്രിസ്തു ഭഗവാൻ ത്രിമൂർത്തി സങ്കല്പം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് തന്നെയാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര്. ഇപ്പൊ ഞാനും അത് തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത്. പിന്നെ 10 മാതാവ് എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയാണ്. ഇനി ഞാൻ വന്നിരിക്കുന്ന ഭൂമിദേവിയുടെ സ്റ്റൈലല്ലേ, ഭാരതമാതാവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ തോന്നി ഒരു ചേഞ്ച് വരട്ടെ, ഒരു ഇന്ന് ലാസ്റ്റ് ഡേ ആകുമ്പോൾ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാവുന്ന. അപ്പം മാതാവ് ഉണ്ടല്ലോ, നമ്മള് ക്രിസ്തുമതത്തിൽ കണ്ടില്ലേ, മാതാവ് പരാശക്തിയാണ് മാതാവ്. അതുപോലെ തന്നെ ഭൂമിദേവിയുടെ ഒരു റിപ്ലിക്കയാണ് മാതാവ് എന്ന് പറഞ്ഞപ്പോ അവിടെ മാതാവിന്റെ സങ്കല്പം അവിടെയും ഉണ്ട്. അതാണ് 10. എനിക്കുണ്ട് മാതാവിന്റെ സങ്കല്പം. അതുകൊണ്ടാണ് ഞാൻ മാതാവായിട്ട് വന്നിരിക്കുന്നത്. 11 അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേര് യേശുക്രിസ്തു ഭഗവാൻ തിരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ചൂണ്ടുവിരലില് ഗോവർദ്ധന പർവ്വതം ഉയർത്തി. ഞാനും ഒരു 18-19 എന്റെ ഈ ഒരു ദർശനത്തിന്റെ പിന്നെ തുടക്കത്തില് അസുഖങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ തലയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അസുഖം മാറുകയൊക്കെ ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് എന്റെ വഴിയല്ല. ഞാൻ ഇതിനു വേണ്ടി കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല എന്നെ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ, അല്ലാതെ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല. എന്നെ അവിടെ വിലക്കി. അത് കാരണം ഞാനത് ഉപേക്ഷിച്ച് ഞാൻ ശശികുമാർ കണ്ണ അങ്ങേക്കറിയാമല്ലോ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓക്കെ. അപ്പം അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ടാവും. പിന്നെ 12 സുപ്രീം ദൈവം. രണ്ടുപേരും പിന്നെ യേശുക്രിസ്തു ഭഗവാൻ പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഞാൻ ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെന്താ, ഞാനും നിങ്ങളും ഭഗവാനും ഒന്നാകുന്നു. ശരിയല്ലേ? അപ്പം ഇത് ഞങ്ങൾ 3 പേരും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 13 2 പേർക്കും ഗുരുക്കന്മാർ. ഞങ്ങൾക്ക് 3 പേർക്കും ഗുരുക്കന്മാരുണ്ട്. യേശുക്രിസ്തു ഭഗവാന് സ്നാപക യോഹന്നാൻ ഗുരുവായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് സാന്ദീപനി മഹർഷി ഗുരുവായിരുന്നു. എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ എനിക്ക് 13 ഗുരുക്കന്മാരില് എന്റെ പ്രത്യക്ഷ ഗുരു എന്ന് പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയി അമ്മയാണ്. യേശുക്രിസ്തു ഭഗവാനൊക്കെ എനിക്ക് ഗുരുക്കന്മാര്. എല്ലാ ദൈവങ്ങളും എന്റെ ഗുരുക്കന്മാരാണ്. അപ്പൊ ഗുരുക്കന്മാരുണ്ട്. 14 പിന്നെ അതുപോലെ അവർ സ്വയം ഗുരുക്കന്മാരായി. അവർ അധ്യാപകരാണ്, ടീച്ചർമാരായിട്ട്. അവര് ഗുരുവായിട്ട് അവർ സ്വയം ജോലി ചെയ്തവരാണ്. അതായത് യേശുക്രിസ്തു ഭഗവാന് ഗുരുവായിട്ട് ജോലി ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാന് തന്റെ ജ്ഞാനം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഞാനും വന്നിരിക്കുന്ന ഗുരുവായിട്ടല്ലേ. പിന്നെ അടുത്തത് 11 ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി ആയുധം എടുത്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്ര കടക്കായിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ആയുധമൊക്കെ എടുത്തത്. അതായത് സുദർശന ചക്രം. പക്ഷെ യേശുക്രിസ്തു ഭഗവാൻ എടുത്ത ചാട്ടവാർ. അവിടുത്തെ അന്നത്തെ കുറെ പുരോഹിതവർക്കൊക്കെ ഉണ്ട്. അവരൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ചാട്ടവാറൊക്കെ എടുത്ത് അടിച്ച് ഒതുക്കിയ ആളാണ്. അപ്പൊ നിവൃത്തിയില്ലാതെ വന്നിരുന്നാൽ ആരുമില്ല, അളമുട്ടിയ ചേരയും കടിക്കുമെന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭഗവാന് ചാട്ടവാർ വെച്ച് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. 2 പേരൊപ്പം കൊടുത്തു. 16 2 പേർക്കും സ്ത്രീ ഭക്തരുണ്ട്. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപാട് ഗോപികമാർ ആരാധകരാണ്. അതുപോലെ യേശുക്രിസ്തു ഭഗവാൻ ഈ മടത്തിലമ്മമാരൊക്കെ ഇല്ലേ, സന്യാസിനിമാരൊക്കെ, അവരെല്ലാം ഭഗവാനെ മണവാട്ടിയായിട്ട് അവര് പിന്നെ യേശുക്രിസ്തുവിന്റെ മണവാട്ടിമാരല്ലേ. അപ്പൊ 2 പേർക്ക് സ്ത്രീ ഭക്തർ ഒരുപാടുണ്ട്. പിന്നെ 17 വിഗ്രഹാരാധന. 2 പേരും വിഗ്രഹാരാധന എടുത്ത്. ഇവൻ ഞാനും വിഗ്രഹാരാധന എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൽ കാര്യമില്ല. കാരണം അത് ഓരോരുത്തർക്ക് അത് ഇഷ്ടമല്ല. നമ്മളതങ്ങ് വിട്ടുകൊടുക്കുക. പിന്നെ വിഗ്രഹം പിന്നെ ആരാധിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ബോധതല ഉയരത്തില്ല. അവർ ആ വിഗ്രഹത്തിന്റെ അവിടെ ആ താണ ബോധതലത്തിൽ കിടക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളില്, നമ്മുടെ ഹൃദയത്തിൽ, സത്യത്തിലും ധർമ്മത്തിലും ജ്ഞാനത്തിലും നീതിയിലും സത്യത്തിലും നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ബോധതല ഉയരും. അത് അവരുടെ ഉയരത്തില്ല, അത് അവിടെ കിടക്കുകയുള്ളൂ. അതങ്ങനെ, അത് അവർക്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 18 2 പേരും മുക്തി. ഇപ്പൊ ഞാനും വന്നിരിക്കുന്ന സാൽവേഷൻ, അതായത് ലിബറേഷൻ. നിങ്ങളെല്ലാം എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നിങ്ങൾക്കെല്ലാം ഞാൻ ആദ്യമേ വാഗ്ദാനം ചെയ്ത് എന്താണ്, സ്വാതന്ത്ര്യം, പരിപൂർണ സ്വാതന്ത്ര്യം, പിന്നെ സന്തോഷം, സംതൃപ്തി, സമാധാനം, സമ്പൂർണ്ണ രോഗമുക്തി. നിങ്ങൾക്ക് 100% രോഗമുക്തി കിട്ടും. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, അത് ഒരു രക്ഷയില്ല. ഞാൻ മന്ത്രതന്ത്രങ്ങളൊന്നും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് ഞാനൊരു അധ്യാപികയാണ്. ഞാൻ അങ്ങനെ ഒന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഞാൻ സത്യത്തിനോട് നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാർഗങ്ങൾ എന്തോ നിസ്സാരമാണ്. ഒന്നും ഭക്തി അഥവാ പ്രേമം വേണം. അത് ഉള്ളിലാ വേണ്ടത്, പുറത്തൊന്നും അല്ല. അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോകുന്നതൊന്നും അല്ല. ഭക്തി വേണം. പിന്നെ എന്താ, നമ്മൾ കർമ്മം ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് അറിവുണ്ടാവണം, നമ്മളും ഈശ്വരനും ഒന്നാനെയാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. പിന്നെ നമ്മൾ കീർത്തനം ചെല്ലുക. ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ് കീർത്തനം. പള്ളിയിലൊക്കെ കൊയർ സംഘങ്ങളുണ്ട്. കീർത്തനം ഭയങ്കര ഇഷ്ടം, പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന്മാർക്ക്. അപ്പം മുക്തി, മോക്ഷം, വിടുതൽ ഇവരിൽ കൂടെ കിട്ടും. അപ്പൊ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ വൈഷ്ണവർ പറയുന്നില്ല, പിന്നെ എന്താ പറയുന്ന, ജീവനും
മാർഗവും ഒക്കെ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടെ സ്വർഗ്ഗമാണ്. ഉറപ്പാണ്, അത് സ്വർഗ്ഗം ഉറപ്പാണ്. കാരണം അത് വൈഷ്ണവരാണ്. അവർ വൈഷ്ണവന്മാർ, അത് ദേവന്മാര് സ്വർഗ്ഗത്തിലോട്ടാണ് പോകുന്നത് നേരിട്ട്. അവർക്ക് അത് പറഞ്ഞ 100% സത്യമാണ്. പക്ഷെ അതിലിപ്പോഴും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ കൽക്കിയവാതാരം ഒക്കെ കഴിഞ്ഞ പിന്നെ അതിനകത്ത് ഈ അസുരന്മാരൊക്കെ ഒത്തിരി ഉണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് ഈ എന്താ പറയുന്ന ഒരു പെന്തക്കോസ്റ്റിലൊക്കെ അസുരന്മാരാണ്. കാരണം അവർ ഭൗതികതയിൽ ഒരുപാട് മായാജാലങ്ങളൊക്കെ കാണിച്ച് മനുഷ്യരെയൊക്കെ വളച്ചൊടിച്ച് അവരിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, കള്ളന്മാരാണ്. അതെല്ലാത്തിലും ഉണ്ട് കേട്ടോ, ഒരാളെ മാത്രം നമ്മൾ പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതെല്ലാം എനിക്കും കൂടെ ചേരുന്നതാണ്. 19ാമത്തെ വളർത്തച്ഛന്, യേശുക്രിസ്തു ഭഗവാനെ വളർത്തിയത് വളർത്തച്ഛനാണ് ജോസഫ്. ശ്രീകൃഷ്ണ ഭഗവാനെ വളർത്തിയ വളർത്തച്ഛനാണ് നന്ദഗോപൻ. എന്നെയും വളർത്തിയത് എന്റെ രണ്ടാനച്ഛനുണ്ട്, പിന്നെ എന്റെ മുത്തച്ഛൻ. അല്ലാതെ എനിക്ക് അച്ഛനില്ലായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയതാ. പിന്നെ അടുത്തത് പിന്നെ 20ാമത്തേത്, രണ്ടുപേരും സംഗീതപ്രിയരാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഓടക്കഴിലൊക്കെ ഓടി നടക്കുന്ന അറിയത്തില്ലേ, സംഗീതജ്ഞന്. യേശുക്രിസ്തു ഭഗവാനും സംഗീതത്തിൽ വളരെ അഭിരുചിയുള്ള ഒരാളായിരുന്നു. പിന്നെ 21ാമത്തെ, രണ്ടുപേരുടെയും ജന്മഭൂമി വേറെ കർമ്മഭൂമി വേറെ. ഇത് എനിക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഇറ്റ് ഇസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ മീ. ശ്രീകൃഷ്ണ ഭഗവാന് ജനിച്ചത് മധുരയിലാണ്, അതായത് UP-യിലാണ്. അവിടുന്ന് പോയത് ഗുജറാത്തിൽ പോയാണ് സെറ്റിൽ ആയത്. അവിടെയാണ് കർമ്മം ഒക്കെ തുടങ്ങിയത്. കാരണം ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ഒരു നല്ല കാര്യം പറയത്തില്ല. അപ്പൊ നാട്ടിലൊന്നും നമുക്കൊരു വിലയില്ല. അപ്പൊ നമ്മളെ വേറൊരു സ്ഥലത്തോട്ട് ഭഗവാൻ കൊണ്ടുപോകും. അതുപോലെ യേശുക്രിസ്തു ഭഗവാൻ എവിടെ ജനിച്ചത്? ജെറുസലേമിലല്ലേ ജനിച്ചു, ബethlehem ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഇസ്രായേലിലാണ്. അതല്ലേ, ഇസ്രായേലിൻ നാഥനാകുമേക ദൈവം എന്നൊരു പാട്ടുണ്ടല്ലോ. പിന്നെ അടുത്തത് ജന്മഭൂമിയും കർമ്മഭൂമിയും വ്യത്യാസമാണ് ഞങ്ങളുടെ 3 പേരുടെ. പിന്നെ 22ാമത്തെ, കലിയുഗത്തിന്റെ അവസാനം വരും, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ട് ഞാൻ അവസാനം വരും, പിന്നെ മർത്യരുടെ മേലെ വാളുകൊണ്ട് വിധി നടത്തും, കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും, വെള്ളക്കുതിരയിൽ വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് വെള്ളക്കുതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, നമ്മുടെ ഫേസ്ബുക്കും പിന്നെ യൂട്യൂബും ഒക്കെയാണ് ഈ സോഷ്യൽ മീഡിയ. കാരണം ഇതിനകത്ത് എന്ത് ഫാസ്റ്റിലാണ് സംഭവങ്ങൾ പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, കഴിഞ്ഞ ആർക്കും ഈ ഭൂമി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തത്. കഴിഞ്ഞ ഒരു 8 മാസം കൊണ്ട് 1500 വീഡിയോ റീല് ഞാൻ യൂട്യൂബിലിട്ടു. എത്ര സാധാരണക്കാർ ചെയ്യുന്നതിന് എത്രയോ ഇരട്ടി ഫാസ്റ്റ്. ഒരു ദിവസം 8, 9, 10 വീഡിയോ ഇടുന്ന എത്ര പേര്? വല്ല ന്യൂസ് ചാനലുകാരുണ്ടായിരിക്കും. അല്ല, സാധാരണ ഒരാള് 8, 10 വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്ന 10, 12 വീഡിയോ വരെ ഡെയിലി ഇട്ട ദിവസങ്ങളുണ്ട്. എന്തുമാത്രം ഞാൻ ഇതിന്റെ പുറകിൽ അധ്വാനിച്ചിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടിയല്ല. കാരണം എന്റെ അറിവ്, എനിക്ക് ഭഗവാൻ തന്ന ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടുപേരും കലിയുഗത്തിൽ അവസാനം വരുമെന്ന് പറഞ്ഞു. 23ാമത്തേത്, രണ്ടുപേരും സുഹൃത്തുക്കളുടെ കാല് കഴുകിയ ആളുകളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ കുയ്യലന്റെ കാല് കഴുകി. യേശുക്രിസ്തു ഭഗവാന് അന്ത്യ അത്താഴത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു 12 ശിഷ്യന്മാരുടെ കാല് കഴുകി. ഈ 13 എന്ന് പറഞ്ഞ നമ്പർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്പറാണ് 13. അത് യേശുക്രിസ്തുവും പിന്നെ 12 ശിഷ്യന്മാരും എന്നുള്ളതാണ് 13. ചില അച്ഛന്മാരുടെ തൊപ്പിയിലൊക്കെ കാണാമല്ലോ 13 സ്റ്റാർ ഒക്കെ വെച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എന്തുണ്ടോ എല്ലാം 13-ൽ അവസാനിക്കും. ഇന്നും ഇത് 13ാമത്തെ ലെസനാണ്. ഞാനിവിടെ എഴുതി വെച്ചായിരുന്നല്ലോ, ആ ഒരു ഹെഡിങ് എഴുതിയത് പോയെന്ന് തോന്നുന്നു, ആത്മവിദ്യാപാഠം. ഓക്കെ. അപ്പം എന്താ പറയാ, സുഹൃത്തുക്കളുടെ കാല് കഴി. അപ്പൊ യേശുക്രിസ്തു ഭഗവാന് 12 സുഹൃത്തുക്കളുടെ കാല് കഴി, കൃഷ്ണ ഭഗവാന് പിന്നെ പിന്നെ എന്താ പറയുക, കുചേലന്റെ കാല് കഴി. ഞാൻ അന്ന് എല്ലാവരുടെയും പണ്ട് ചെറുപ്പം തൊട്ട് എനിക്കൊരു സ്വഭാവമാണ്, മൂത്തവരെ കാണുമ്പോൾ അവരെ കാലേ പോയി തൊട്ട് നമസ്കരിക്കുക എന്നുള്ളത്. അതിനെ ആരും പഠിപ്പിച്ചാലും എനിക്കെന്തോ അങ്ങനെ ഒരു സ്വഭാവമാണ്. ആരും ഇച്ചിരി മൂത്ത, ചിലപ്പോൾ എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരുടെയും കാല് ഞാൻ തൊഴും. ഞാൻ ഈ പള്ളിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പള്ളിയിൽ മമ്മിയും കൊണ്ട് പോകും. അപ്പം അവിടെ അച്ഛനൊക്കെ ഉണ്ട്. അച്ഛനൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛന്റെ കാല് തൊഴും. അച്ഛനൊക്കെ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആളാണ്. ഞാൻ പ്രായമൊന്നുമില്ല നോക്കുന്നത്, അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മളെ. മറ്റേ അതൊരു അനുഗ്രഹമാണ്, നമ്മളുള്ളവരെ ബഹുമാനിക്കുക. അല്ല അഹങ്കാരം കൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് നമ്മുടെ പ്രബുദ്ധതയുടെ ചിഹ്നമാണ് ഈ അഹങ്കാരം, ബുദ്ധതയുടെ അല്ല. പിന്നെ രണ്ടുപേരുടെ പേരിന് സാധ്യതയില്ല, ക്രിസ്തു കൃഷ്ണന് ക്രാക്രി, ശരിയല്ലേ? പിന്നെ 25ാമത്തേത്, രണ്ടുപേരും പിതാവിനെ ആരാധിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്കും ആരാധിച്ചിരുന്നത് മഹാവിഷ്ണുവിനെയാണ്. അതാണ് പിതാവ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഭഗവാൻ ധ്യാനിച്ചിരുന്നതും പിതാവിനെ തന്നെയാണ്. പിതാവ് എന്ന് പറയുന്നത് മഹാവിഷ്ണു അല്ല, അതായത് നാരായണനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പിതാവ്. പിന്നെ 26ാമത്തെ, രണ്ടുപേരും കൊല്ലപ്പെട്ടു. യേശുക്രിസ്തുവിനെ കൊന്നു, ശ്രീകൃഷ്ണ ഭഗവാനെയും കൊല്ലുകയാണുണ്ട്. അറിയാമല്ലോ, അവസാനം ജര എന്ന് പറഞ്ഞ ഒരു അസുരനാണ് പിന്നെ വനത്തിൽ നിന്ന് ശ്രീകൃഷ്ണനെ പിന്നെ എന്താ പറയുന്നത്, അമ്പ് ചെയ്ത് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പൊ മനസ്സിലായി 26 സാദൃശ്യം. ഇന്ന് വരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സാദൃശ്യങ്ങള്? അപ്പൊ ഇതൊക്കെ നമ്മുടെ ആത്മജ്ഞാനത്തിന്റെ ഫലമായിട്ട് ഭഗവാൻ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ഇതൊക്കെ നമ്മൾ റെഫറും ചെയ്യും കേട്ടോ. കാരണം ഇത് നമ്മൾ അനലൈസ് ചെയ്യും. നമുക്ക് ഭഗവാൻ പോയിന്റ് പറഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് മനസ്സ് റിസർച്ച് ചെയ്യും. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന അറിവുകളെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഈ പോയിന്റ്സ് എല്ലാം ആവുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ബുക്കുകളൊക്കെ, എത്ര ബുക്കുകളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത് എനിക്കറിയത്തില്ല, പറഞ്ഞാലും തീരത്തില്ല. അവിടെ ഇവിടെയൊക്കെ ബുക്കുകൾ ഇരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എഴുതി ഇവിടെ വന്ന് ഞാൻ എത്ര ബുക്ക് വാങ്ങിയെന്ന് അറിയാമോ? പിന്നെ ഡയറികൾ ഇരിപ്പുണ്ട്. ഒരു ഡയറിയുടെ പകുതിയും ബൈബിൾ വചനങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ യേശുക്രിസ്തു ഭഗവാനും ശ്രീകൃഷ്ണനും ഞാൻ പറഞ്ഞ വിഷ്ണു ഭഗവാന്റെ 23ാമത്തെ അവതാരമാണ്
പിന്നെ യേശുക്രിസ്തു അതിനെ വളരെ സാമ്യം. ഇപ്പം സനാതന ധർമ്മത്തോട് ചേർന്ന് നിൽക്കും അല്ലേ യേശു. പിന്നെ ക്രിസ്തു ധർമ്മം, അതായത് അവരെ പേരൊക്കെ എല്ലാം സനാതന ധർമ്മത്തിലെ പേരാണ്. പൊട്ടിടുന്നുണ്ട്. അവരെ കണ്ട ഒരിക്കലും തിരിച്ചറിയത്തില്ല അവർ ഹിന്ദുവാണ്. പേരൊന്നും കേട്ടാൽ നമുക്ക് ഇപ്പൊ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അവരത് തന്നെയാണ്. അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരും നല്ലവരെയല്ലേ നമ്മൾ നെഞ്ചോട് ചേർക്കുക, അല്ലാത്തവരെയൊക്കെ വിട്ടുകളയും. അവര് സ്വയം നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഇനി ഒരു കുരിശിന്റെ കാര്യം എനിക്ക് പറയാനുണ്ട്. കുരിശെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഓരോ കുരിശുകളാണ് അല്ലെ. നമ്മളിങ്ങനെ കൈ നിവർത്തി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഒരു കുരിശാണല്ലോ. അപ്പൊ ഇതിനൊരു ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു വിരാട് പുരുഷന്റെ രൂപമാണ് കുരിശെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വലത്തോട്ട്, എന്റെ വലത്തെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ അത് ഇടത്തായിട്ടാണ് കാണുന്നത്. ഇത് വലത്തോട്ട് സഞ്ചരിക്കുന്നവരൊക്കെ വിശ്വാസികളാണ് കേട്ടോ. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരാ വലത്തോട്ട് പോകുന്നത്. ഇടത്തോട്ട് പോകുന്ന ഈ ശൈവരാണ്. അത് ഇടത്തോട്ട് പോകുന്ന പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നെഗറ്റീവ് ആണ്. ഇടതുപക്ഷക്കാര് ഒരു 3 E ഉണ്ട്: ഇടതുപക്ഷം, ഇസ്ലാം, ഈഴവര്. ഇവര് 3ഉം ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവർ. അവർ ഇടത്തോട്ട് പോകുന്നവരാണ്. ഇവരെല്ലാം കൂടെ ചേരത്തുള്ളൂ. കാരണം ഇത് കന്നി എന്ന കന്നുകൂട്ടത്തിൽ നിന്നാണെന്നല്ലോ പറയുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേരുള്ളൂ. ഇവരുണ്ടല്ലോ, ഈ മതപ്രീണനം ഒന്നുമല്ല. ഇവരുടെ DNA ഉണ്ടല്ലോ എല്ലാം പിന്നെ ശ്രീലങ്കൻ ബേസ്ഡ് ആണ്. ഇവരെല്ലാം പുറമെ ഇങ്ങനെ ബോഡിയൊക്കെ ഡിഫറെന്റ് ആണ്. ഇവരിരിക്കുന്ന എഞ്ചിൻ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവർ അവരുടെ കൂട്ടരെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പം എന്താ പറയുക, കുരിശിന്റെ വലത്തോട്ട് പോകുന്ന വിശ്വാസികള്, ഇടത്തോട്ട് പോകുന്നത് അവിശ്വാസികളും ഭൗതികവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെയാണ് ഇടത്തോട്ട് പോകുന്നത്. അവരുടെ മൂല്യം എന്ന് പറഞ്ഞാൽ 0 താഴെ കിടക്കുക. ഇപ്പൊ ഭക്ഷണത്തിൽ തുപ്പുവാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ബോധമുള്ള ഏതൊരു നല്ല മനുഷ്യന് ചെയ്യാൻ പറ്റുമോ ഭക്ഷണത്തിൽ തുപ്പിട്ട് കൊടുക്കാന്ന് പറഞ്ഞാല്? അപ്പൊ ഇതൊക്കെ ബോധതല എവിടെ കിടക്കുന്ന മനുഷ്യരാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. പിന്നെ നമ്മള് മേലോട്ട് നേരെ ഹൃദയത്തിൽ നമ്മൾ മേലോട്ട് പോകണേ നമ്മൾ ഭക്തരാണ്. ഈ വിശ്വാസവും ഭക്തിയും നമ്മൾ നേരെ ഭക്തരായിട്ട് നമുക്ക് ഇടയ്ക്ക് മോഡറേറ്റ്, അതായത് മീഡിയേറ്റർ വേണ്ട, നമുക്ക് മധ്യസ്ഥനെ വേണ്ട. നമ്മൾ നേരിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന നാരായണനുമായിട്ട് നമ്മൾ ഒന്നാവുക. അപ്പൊ നമ്മൾ നേരെ മേലോട്ട് പോകുമ്പോൾ നമ്മൾ നേരിട്ട് ഭഗവാനോട് അടുക്കുന്ന അവിടെ സഞ്ചരിക്കുന്ന യോഗികളാണ്, ഭക്തര്. വിശ്വാസികളല്ല, ഭക്തർ മേലോട്ട് സഞ്ചരിക്കും. ഈ താഴോട്ട് സഞ്ചരിക്കുന്ന ആരാന്നറിയോ? അസുരന്മാരാണ്. ഏറ്റവും വലിയ അസുരന്മാർ, മ്ലേച്ഛന്മാരാണ് താഴോട്ട് സഞ്ചരിക്കുന്നത്. അവർക്ക് ഒന്നിൽ ലിംഗപൂജ നടത്തുന്ന ചിന്ത കാണും, ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ജോലി എടുക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക, ബോംബ് പൊട്ടിക്കുക, വെട്ടിക്കൊല്ലുക, അതൊക്കെ ഉള്ളതൊക്കെ താഴോട്ടാണ് അവരുടെ സഞ്ചാരം. പിന്നെ ആ ഒരു ബോധതലം താഴോട്ടാണ് പോകുന്നത്. ഇതാണ് ഈ പുരുഷന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് എൻജോയ്മെന്റ് ആവാം. ഇനി നമുക്ക് ഇച്ചിരി പാട്ടൊക്കെ പാടിപ്പോകാം. ഇനിയിപ്പോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം, എന്റെ യൂട്യൂബില് ഞാൻ നാളെ വേണമെങ്കിൽ വന്ന് ഞാൻ എന്റെ ലിങ്ക് ഒക്കെ ഇട്ട് തരാം. എനിക്ക് 17 അക്കൗണ്ട് ഉണ്ട്. അതിലൊക്കെ വേണേ ആവശ്യമുള്ളവർ കയറി നോക്കുക. ഞാൻ എന്തൊക്കെ അറിവുകൾ എനിക്ക് കിട്ടുന്നുണ്ട് അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു. അപ്പൊ ഞാൻ ഈ കിരീടമൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ചാർത്തി തരികയാണ്. ഇനി നിങ്ങൾ പിന്നെ സ്വയം ചെയ്യുക. കാരണം നിങ്ങൾ ഒരു ദൈവത്തിനെ പുറകെ പോകണ്ട. നിങ്ങളെക്കാട്ടി വലിയൊരു ദൈവം ഈ ലോകത്തില്ല. നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം. ഓരോരുത്തരും ദൈവങ്ങളാണ്. നിങ്ങൾ സ്വയം ഉള്ളിൽ ഭക്തി ഉണ്ടാകുക. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ വിശ്വസിക്കുക. കാരണം നമ്മൾ ഒരു കാര്യം കൂടെ പറയണം ഇവിടെ, എപ്പോഴും നമ്മൾ ഓർക്കണം. ഈ കോഴി വളർന്നു കഴിയുമ്പോൾ കോഴിയുടെ വിചാരം ഞാൻ വലിയ മിടുക്കനായി, ആ മുട്ടയെന്നാ വന്നതെന്നുള്ള ചിന്ത അതിനില്ല. ആ മുട്ടയെ അതങ്ങ് മറന്നു പോവുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തെ മറന്നിട്ട്, ആ അസ്തിത്വത്തെ മുട്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭഗവാൻ ഇരിക്കുന്ന പരമാത്മാവായിട്ട്, ആ ഊർജ്ജമായിട്ടിരിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ വളർന്നു വരുന്നത്. അതുപോലെ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഒരു കോശമായിട്ടിരുന്ന നമ്മള് ഈ 6 അടി പൊക്കമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവമില്ല, ദേവമില്ല, നമ്മൾ അങ്ങ് ഭൂമിയിൽ അങ്ങ് പൊട്ടി മുളച്ച് വന്നതുപോലെ ഇരിക്കുന്നത്. അവിടെയാണ് മനുഷ്യന് അഹങ്കാരം വരുന്നത്. അപ്പോഴാണ് ഭൗതികവാദികളായിട്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് തിരിച്ചടി കിട്ടുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മൾ എത്രയുണ്ടായിരുന്നു? ആ 280 ദിവസം കൊണ്ട് ആരാണ് നമ്മളെ സൃഷ്ടിച്ച് മനുഷ്യനാക്കിയത്? അതാണ് നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവ്, അതാണ് നാരായണൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഏത് പേരിൽ വിളിച്ചു പറഞ്ഞാൽ ഒരു പ്രശ്നവും. എന്റെ പേര് നാരായണൻ എന്ന് ഞാൻ പറഞ്ഞില്ല. NSK ആത്മവിദ്യാ പാഠം എന്നാണ് പേര്. ഇന്ന് പേര് കാണുന്നില്ല, അത് പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ എന്റെ ജനനത്തെ പറ്റി ഒന്ന് പറയണം. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അവിടെ ഒരു അയ്യപ്പനുണ്ടല്ലോ. ഞാൻ ശീലായ്യപ്പനാണ്. ഹസ്ബൻഡിന്റെ പേരാണ് അയ്യപ്പന്. അയ്യപ്പന്റെ സ്വന്തം നാട് പത്തനംതിട്ടയാണ്. ഞാനൊരു അയ്യപ്പന്, അത് ശബരിമല അയ്യപ്പന്, ഞാൻ ശീല അയ്യപ്പന്. പിന്നെ കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊരു പേര് കിട്ടി. ഞാൻ കേരളം വിട്ടതിന് ശേഷം 1989 ശേഷം ഗൂഗിൾ പരിശോധിച്ചു, 89ലാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേര് വന്നത്. അവിടെ ദൈവത്തിന്റെ പേരേ ഉള്ളൂ. പിന്നീട് അത് ചെകുത്താന്റെ നാട് ആയി എന്ന് പറഞ്ഞാൽ മതി. അത് എന്താ പറഞ്ഞ അസുരന്മാരുടെ നാടായി മാറി. ഇനി അതിനൊക്കെ മാറ്റം വരും. അതിപ്പോ ഒരു സ്പിരിച്വൽ റിവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ എല്ലാം നേരെയാകും, സമയമെടുക്കും കുറച്ച്. അപ്പം കുരിശിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്റെ ജനനം പറഞ്ഞ 1963 മെയ് 13 എന്റെ ജനനം. ഒരു രണ്ടാമത്തെ മകൻ സെപ്റ്റംബർ 13 ഉണ്ടായത്. പിന്നെ അയ്യപ്പൻ ചേട്ടനുമായിട്ടുള്ള വിവാഹം ഒരു ഡിസംബർ 13. ആദ്യം ഒരു വിവാഹം കഴിച്ചത് 13 ദിവസം നിന്നുള്ളൂ. അപ്പൊ എവിടെ ചെന്നാൽ ഈ 13 എന്നെ വിട്ടു പോവുകയില്ല. അതങ്ങനെ എന്റെ പുറകെ നടക്കാണ്. അതൊരു കുറെ ആദ്യകാലത്തൊക്കെ എനിക്കത് ഭയങ്കര നാശമായിരുന്നു നമ്പർ. ഇപ്പം പക്ഷെ അത് ലക്കിയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ആത്മജ്ഞാനം കിട്ടിയ പിന്നെ അത് കുഴപ്പമില്ല. അതിനു മുമ്പ് മോശമായിരുന്നു. അപ്പൊ നമുക്കിന്ന്
കുറച്ച് എൻജോയ്മെന്റ് ചെയ്യാം. ഞാനൊന്ന് സമയം നോക്കിക്കോട്ടെ. ഇച്ചിരി ഡാൻസ് ചെയ്യണമെന്ന് വിചാരിച്ചു വന്നപ്പോ സമയം തന്നെ 40 മിനിറ്റ് ആയി കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ആ മുതൽ വരെയുള്ള ഭക്തിഗാനങ്ങള് ചെല്ലാൻ പോവാണ്. പാടുക എന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയല്ല, സത്യത്തോടെ ഞാൻ പാട്ടുകാരിയല്ല കേട്ടോ. ഒരു കീർത്തനം ചെല്ലുന്ന സുഖത്തില് കീർത്തനം പാടുകയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കേട്ടാ മതി. കാരണം എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ബാത്റൂം സിംഗറാണ്, ഫുള്ളി ബാത്റൂം സിംഗറാണ്. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭ്രാന്താണെന്ന് പറയാം. അപ്പൊ ഞാൻ ആ മുതൽ വരെയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് കുറച്ച് ഭക്തിഗീതങ്ങൾ ചെല്ലാൻ പോവുകയാണ്. ക്ഷമിക്കണം കേട്ടോ, എന്ത് തെറ്റ് വന്നാലും ചിലപ്പോൾ അക്ഷരങ്ങളും വഴികളും ഒക്കെ തെറ്റിയെന്നിരിക്കാം. അപ്പൊ ആ വെച്ചിട്ട് അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലൂരമ്മേ. എനിക്ക് അതിന്റെ വരികൾ ശരിക്കറിയത്തില്ല, നോക്കട്ടെ ഒന്നും കൂടെ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലൂരമ്മേ. തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു, സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു. അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരം ഒന്നു ചേർന്നു ജപമന്ത്രമായി, സങ്കടങ്ങൾ അവയൊക്കെയും മറന്നെൻ മനസ്സിനിത് പുണ്യമായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലൂരമ്മേ. അതിന്റെ ബാക്കി വരെ ഞാൻ മറന്നുപോയി. ഓക്കെ, ഒരു പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തേത് വേറൊരു പാട്ടാണ് ആ വെച്ചിട്ട്. അത് 1000 കാതമകലയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പോ, ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, സാഫല്യം നേടി തേടിയോരെല്ലാം. തണലായി തുണയായി സംസം കിണറെന്നും അണകെട്ടി നിൽക്കുന്ന പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദരവാങ്കോലികൾ? ഖുറാനിൽ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതമകലയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പോ, ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം. ഇതിനകത്ത് വലിയ തെറ്റില്ല കേട്ടോ. ഞാൻ ദേവി ഒന്നും പ്രാർത്ഥിക്കാറില്ല, അതുകൊണ്ട് ദേവി എന്റെ അടുത്ത് കോപിച്ചെന്ന് എനിക്ക് അറിയാൻ വരുന്ന കാര്യം മറന്നുപോയി. ഇനി അടുത്തത് ഈ അല്ലേ, ഒരു പാട്ട്. ഇവിടമാണീശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം. ഇവിടമാണീശ്വര സന്നിധാനം, സന്നിധാനം. അഗതികൾക്കായി ശ്രീകൃഷ്ണൻ ജന്മമെടുത്തു, അവരുടെ കണ്ണുനീരൊപ്പിയെടുത്തു. ആശ്രിതരുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്തു, കൃഷ്ണൻ അവരുടെ വിളിപ്പുറത്തോടിയണഞ്ഞു. അഭിമതമറിഞ്ഞെന്നും വരമരുളി കൃഷ്ണനാദിവ്യാധികളെല്ലാം തീർത്തു കൊടുത്തു. കൃഷ്ണ ഹരേ കൃഷ്ണ. ഇവിടമാണീശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം. ഇനി ഈ വെച്ചാണ്. ഈശോ മറിയം ഔസേപ്പേ, ഈ അപേക്ഷ കൈക്കൊള്ളണമേ, ഈ പ്രാർത്ഥന കേൾക്കേണമേ. എന്റെ ഉള്ളിലെ നൊമ്പരമൊക്കെയും അറിയുന്നവനല്ലേ, എന്നിൽ കരുണയുള്ളവനല്ലേ. എന്റെ നെഞ്ചിലെ നൊമ്പരമൊക്കെയും അറിയുന്നവനല്ലേ, എന്നെ അറിയുന്നവനല്ലേ. എത്ര കൊടും കാറ്റടിച്ചാലും
ഏതു മരുഭൂവിലായാലും തിരിച്ചു വരും വരെ പ്രിയനവനവനൊരു മുള്ളുപോലും കൊള്ളരുതേ. ഈശോ മറിയം ഔസേപ്പേ ഈ അപേക്ഷ കൈക്കൊള്ളണമേ. ഇനി ഈ ആയി ഇനി മൂക്കുത്തിയൊക്കെ താഴെ വേണം. ഇനി അടുത്തത് ഉദിച്ചുയർന്നു മാമലമേലെ ഉച്ചം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം. നമിച്ചിടുന്നേനടിയനൊരാശ്രയം എന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉച്ചം നക്ഷത്രം, കലിയുഗ വരദ കന്നിക്കാര. വരികളൊക്കെ മറന്നു കേട്ടോ. പൈതങ്ങൾ ഞങ്ങൾ കലിയുഗ വരദ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കഠിനതരം കരിമല കയറാനായി അണഞ്ഞിടും നേരം. കായബലം താ ദേഹബലം താ, കായബലം താ ദേഹബലം താ ഭക്തജനപ്രിയനേ. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കീർത്തനമായിട്ടാ ചെല്ലുന്നത്. അതിന്റെ ട്യൂണൊന്നും നിങ്ങൾ നോക്കണ്ട, തെറ്റൊക്കെ വരുമെന്ന് അതേ പറഞ്ഞതാണ്. പിന്നെ ചേർത്തൊരു പാട്ടുമില്ല. ഞാൻ ഹരിനാമ കീർത്തനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഊരിനു വേണ്ട ചില താരങ്ങൾ വേണ്ടതിന്, നീരിനു വേണ്ടതിന് താരങ്ങൾ വേണ്ടതിന്, നാരായണാക്ഷരഹരേ എന്നതിനൊരുവർ നാവന്നി വേണ്ടു ഹരിനാരായണായ നമ. തിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്, നീരിനു വേണ്ട ചില താരങ്ങൾ വേണ്ടതിന്, നാരായണാക്ഷരഹരേ എന്നതിനൊരുവർ നാവന്നി വേണ്ടു ഹരിനാരായണായ നമ. പിന്നെ വെച്ച് ഹരിനാമകീർത്തനുണ്ട്. ഋതുവായ പെണ്ണിനും ഇരപ്പന്നദാഹനും പതിനെ അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടനരുതാത്തതല്ല ഹരിനാരായണായ നമ. പിന്നെ വെച്ചിട്ട് എന്റെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം പാടുന്നു ഞാൻ, സന്തതം കാണുന്നു ഞാനെന്നാ കേട്ടോ. ഓക്കെ. എന്റെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്റെ ബാക്കി എന്താ? ദൈവമേ നിൻ മഹാസ്നേഹം അതിൻ വിധി ആർക്കു ചിന്തിച്ചറിയാം, എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എന്നൊക്കെയാണ് ആ പാട്ട്. എനിക്കത് ശരിക്കൊന്നും അറിയത്തില്ല. ഞാനത് അടുത്ത കാലത്ത് പഠിച്ചതാണ് കേട്ടോ. അപ്പൊ എനിക്കത് പൂർണ്ണമായിട്ട് അറിയത്തില്ല. അപ്പൊ വെച്ചൊരു പാട്ട് പഠിച്ചു, എന്റെ അതിശയമേ ദൈവത്തിന്. ഇനി വെച്ചിട്ട് അത് ഭഗവാൻ ശിവനെ കുറിച്ചാണ്. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ, തൊഴുന്നീൻ ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. കളഭമുഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം, കാലത്തു കണി കാണാൻ വരും നേരം. തരുമോ തൊഴുകൈ കുമ്പിളിൽ എനിക്കു നീ തിരുമുടി ജടയിലെ തീർത്ഥജലം. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ, തൊഴുന്നീൻ ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. അടുത്തത് ഇനി വെച്ചിട്ട് പാട്ടില്ല കേട്ടോ. അത് ഹരിനാമകീർത്തനത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടൻ ഔവണ്ണം എട്ടുമുടൻ എൺമൂന്നും ഏഴുമത ചൊവ്വോടൊരഞ്ചുമത് രണ്ടെന്ന് തത്വമതിൽ മേവുന്നു നാഥ നാരായണായ നമ. അതാണ് വെച്ചിട്ട്. പിന്നെ വെച്ചിട്ട് ആ പാട്ടെല്ലാം എനിക്ക് അറിയാൻ തോന്നുന്നില്ല, എന്നാലും ഞാൻ പാടുകയാണ്. ഒരേയൊരു ലക്ഷ്യം ശബരിമാമല, ഒരേയൊരു മോഹം ദിവ്യദർശനം, ഒരേയൊരു മാർഗം 18 പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒരുമയോടു കൂടി ഒഴുകി വന്നിടുന്നു ചരണ പങ്കജങ്ങൾ പണിയുവാൻ വരുന്നു
ഒരുമയോടുകൂടി ഒഴുകി വന്നിടുന്നു. ചരണപങ്കജങ്ങൾ പണിയുവാൻ വരുന്നു. ഒരു ബബുസ്സു ഞങ്ങൾ, ഒരു മനസ്സു ഞങ്ങൾ, ഒരു വചസ്സു ഞങ്ങൾ, ഒരു തരം വിചാരം. അഖിലരും വരുന്നു നിൻ പൊൻചരണം തേടി. ഹരിഹരാത്മജാ നീ ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18 പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. ഇനി അടുത്തത് ഓ ആയി. ഇനി ഓ വെച്ചിട്ട് അതൊരു ക്രിസ്തീയ പാട്ടാണ്. ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന, ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശുദ്ധൻ, നിരന്തരം തിരുനാമം ഉരുവിടുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശുദ്ധൻ, നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു. കർത്താവിൻ നാമത്തിൽ വന്നവനെ അത്യുന്നതങ്ങളിലോശാന, ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന. ഇനി ഔ ഔദംബരത്തിൽ മജകത്തിന് പോന്നു മതി. നീ ദേഹി സുഖമില്ലെന്ന് വന്നരിക. ചേതോ വിമോഹിനെ മറയ്ക്കായിക മായതവ ദേഹോഹമെന്നരിക. നാരായണായ നമ. അത് ഔ വെച്ചിട്ട് പിന്നെ ഹരിനാമകീർത്തനത്തിലാണ്. ഇനി അം വെച്ചിട്ട് ലാസ്റ്റിലെ പാട്ടാണ്. അമ്പാടി തന്നിലോരുണ്ണി, അഞ്ജന കണ്ണനാമുണ്ണി, ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ, ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ. അമ്പാടി തന്നിലോരുണ്ണി, ഉണ്ണിക്കു തിരുമാറിൽ വനമാല, ഉണ്ണിക്കു തിരുമയിൽ മുളമുരളി, ഉണ്ണിക്കു തൃക്കൈയിൽ വരികളൊക്കെ തെറ്റി കേട്ടോ. ഇനി കൂടുതൽ പാടി കുളമാക്കുന്നില്ല. പാട്ടൊക്കെ കൂടുതൽ ഇതൊക്കെ പിന്നെ കേട്ട് പഠിച്ച പാട്ടുകളൊക്കെ. പക്ഷെ ഇപ്പൊ ഞാനിതൊന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സമയമില്ല. ഞാൻ അങ്ങനെ ഇത് എഴുതി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് വരികളൊന്നും ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല. ഉണ്ണിക്കു തിരുമാറിൽ വനമാല, ഉണ്ണിക്കു തൃക്കൈയിൽ മുളമുരളി, വിരലിൽ അരയിൽ കസവുള്ള പീതാംബരം, അരമണിക്കിങ്ങിണി അരഞ്ഞാണം. ഉണ്ണീവാ ഉറങ്ങാൻ വാ കണ്ണനാം ഉണ്ണീവാ. കുറെ പാട്ടുകളൊക്കെ മറന്നുപോയി കേട്ടോ. ഇതൊക്കെ പണ്ട് പഠിച്ച പാട്ടുകളാണ്. അപ്പൊ ഇങ്ങനെ കുറെ പാട്ടുകൾ. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയിൽ നമുക്ക് ഏത് പാട്ടും പാടാം. ഭഗവാനെ ഏത് രീതിയിൽ നമുക്ക് സ്തുതിക്കാം. ഇങ്ങനെ കീർത്തനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ സ്തുതിക്കുകയാണെങ്കിൽ ധ്യാനത്തിന്റെ ആവശ്യമില്ല, ജപത്തിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. കുറെ നല്ല പാട്ടുകൾ കേൾക്കുക. ഇതെല്ലാം ഭഗവാന്മാരുടെ, ഭഗവാൻ എല്ലാം ഒന്നാണെന്ന് നമുക്കറിയാമല്ലോ. എല്ലാം നാരായണന്റെ രൂപങ്ങളാണ്. അപ്പൊ നല്ല പാട്ടുകളൊക്കെ കേൾക്കുക, അത് ആസ്വദിക്കുക, മനസ്സൊക്കെ ശാന്തമാകും. ഇതാണ് നമുക്ക് ഒരു മനഃശാന്തിക്കുള്ള ഒരു വഴി. കീർത്തനങ്ങൾ ആലപിക്കുക, കീർത്തനങ്ങൾ കേൾക്കുക. ഇത് ഞാൻ ഇങ്ങനെ ഒരു നമ്മളൊരു എന്റർടൈൻമെന്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഞാൻ പറഞ്ഞു എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്ക് ഇതിനകത്ത് വരുമെന്ന്. കാരണം ഒരു പാട്ടൊന്നുമല്ല, ഒരുപാട് പാട്ടുകൾ ഒന്നിച്ച് വരുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ഇത്രയെല്ലാം ഓർത്ത് അതും പെട്ടെന്ന് ഫാസ്റ്റിൽ പറയുമ്പോൾ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അതുപോലെ ഇടയ്ക്ക് തെറ്റുകയും ചെയ്തു. അപ്പൊ ഇനി നമുക്കൊരു റീല് ചെയ്താലോ ലൈവായിട്ട്. പക്ഷെ എനിക്ക് ഡാൻസ് ഒന്നും ഞാൻ ഇയാളെ പ്രാക്ടീസ് ചെയ്യാറില്ല. എന്റെ മറ്റേ മൊബൈല് ഒരു പിന്നെ പാട്ട് റീൽ ചെയ്തിട്ട് നമുക്ക് നിർത്താം ലാസ്റ്റ്. അതെനിക്ക് ഡാൻസ് വെച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ല. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് സമയമേ ഇല്ല. പിന്നെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയൊരു ഡാൻസ് നോക്കാം. ഓക്കെ, ചെയ്തിട്ട് നമ്മൾ നിർത്താം. അപ്പൊ എല്ലാം വന്ന കണ്ണന്മാർക്കും എല്ലാ നാരായണന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹരിയും. പിന്നെ അപ്പൊ നമുക്കൊക്കെ കാണണം. പക്ഷെ ഇനിയും ഫേസ്ബുക്കിൽ കൂടെ ഉള്ള കാണലില്ല. അല്ലാതൊക്കെ നമുക്ക് അതിന് അവസരം കാണാം. അപ്പൊ നമുക്ക് ഈ റീൽ ഒന്ന് ചെയ്താലോ, നോക്കട്ടെ എനിക്ക് ആവുന്നുണ്ടോന്ന് കേട്ടോ. ചിലപ്പോ ഇതിന്റെ വരികൾ ഞാൻ മറന്നുപോയി കാണാൻ. ഞാൻ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. മുത്തകളിൽ
സ്നേഹം മനസ്സരസിൽ വിടർന്നില്ലയോ, വീണ്ടും സ്വർഗമുഖ പ്രസാദം പണിഞ്ഞില്ലയോ, ദേവസരസിലെന്ന സുഹൃതോത്സവം, ഈ ദേവി തന്നനുഗ്രഹം തിരുവുത്സവം, ഇന്ന് പാലാഴി കടഞ്ഞെടുത്തോരണതാണ് ഞാൻ, കാലേ കാഞ്ചനത്തിലമ്പണിയും തലയാണ് ഞാൻ, പാലാഴി കടഞ്ഞെടുത്തോരണതാണ് ഞാൻ. അപ്പൊ ഒരു റീല് ചെയ്തു എന്ന് ശരിയായിട്ടില്ല, എനിക്കറിയാം. ചുമ്മാതെ ഞാൻ എന്തൊക്കെയോ കോപ്രായം കാണിച്ചു, ഒരു രസത്തിന് വേണ്ടി ചെയ്തതാട്ടോ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് 12 വയസ്സ്. അപ്പൊ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങി. അന്ന് തൊട്ട് ഈ പാട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ്. അപ്പം ഇതിന്റെ കുറച്ച് പകുതി വരികൾ ഞാൻ നേരത്തെ റീൽ ഇട്ടതാണ്. ഇത് ഞാൻ എന്റെ ബാക്കി ചുമ്മാതെ ഒരു ലൈവിൽ വന്നൊരു കോപ്രായം കാണിച്ച് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ എന്താ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം നല്ലൊരു ശുഭരാത്രിയും സുഖനിദ്രയും നേരുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഇനിയും ഒരു സന്ധിക്കും വരെ വണക്കം. അതുപോലെ ഇനിയിപ്പം ഉടനെയൊന്നും ഞാൻ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ഇടുന്നില്ല. ഇനിയും ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ എന്നേക്കുമായിട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇനി എന്തൊക്കെയാണ് ചിലപ്പോൾ നമ്മുടെ പിതാവായ ഭഗവാൻ പപ്പാജി നാരായണൻ ഇനി എന്താണ് പറയുന്നത്, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ പ്ലാൻ മാറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യം നിങ്ങൾ എന്നെ വിളിച്ച് ഞാൻ ഇവിടെ ഒരു ആവശ്യമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ്. അപ്പോഴേക്കും ഇനിയും നമുക്ക് പിരിയാം. നന്ദി, നമസ്കാരം, ബൈ.